എലിറ്റഡ് ഹോമിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്കിൻ്റെ ബേസ് ബോർഡ് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ഗാർലൻഡ് തയ്യാറാക്കാം. എങ്ങനെയാണ് ആ ക്രിസ്മസ് ഗാർലൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു ചെറിയ ക്രാഫ്റ്റ് വർക്കാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ആ ബോർഡിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളറിൽ ഗാർലൻഡ് ചുറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു റീത്ത് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് കളറിൽ ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ പിസ്താഷ്യല് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കേക്കിൻ്റെ കട്ട് ചെയ്ത ബാക്കി പീസിൽ നിന്ന് തന്നെ കുറച്ച് കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആ രണ്ട് കാർഡ്ബോർഡിൻ്റെ ഇടയിലേക്ക് ഒരു ത്രെഡ് വെച്ചിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാകുമ്പം നമുക്ക് ഈ റീത്തിലേക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗാർലൻഡിൻ്റെ ഇടയിൽ കൂടെ പശയൊക്കെ വീണാകെ നാശമാവും. അപ്പോൾ ഫെവിബോണ്ടിൻ്റെ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഫ്ലവറിനെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഫെവിബോണ്ട് കുറച്ച് പാടാണ് ഒട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പർ കട്ടിൽ ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിസ്താഷ്യലിൽ രണ്ടെണ്ണം ഒന്നിച്ച് ജോയിൻ ചെയ്ത് അതും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇത് ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഫാബ്രിക് പെയിൻറ്റിൻ്റെ വൈറ്റ് കളർ ഒന്ന് ബേസ് ആയിട്ട് അടിച്ചു കൊടുക്കാം. അതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് റെഡ് കളറിൽ ഫാബ്രിക് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഫെവിബോണിൻ്റെ പശ ആയതുകൊണ്ടാണ് കേട്ടോ ഉണങ്ങാൻ ഇച്ചിരി താമസം. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി നമുക്കത് പെയിൻറ്റൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ചു, റെഡും അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതേ ആ ത്രെഡോട് കൂടി വന്ന് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം, നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ഗാർലൻഡിലേക്ക്. അപ്പോൾ ആ ബ്രാഞ്ചിനൊരു ബ്രൗൺ കളറും കൂടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ ക്രിസ്മസിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് റീത്താണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.